ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് വളരെ പ്രധാനപ്പെട്ട കർശനമായ ഉത്തരവ് വരുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിക്കുമ്പോൾ തന്നെ നൽകിയതാണ്. ടോൾ പിരിവ് മരവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കോടതി റോഡ് നന്നാക്കാനുള്ള സമയം നൽകിയതാണ്. ഒരു മാസം സമയം നൽകി, ഒരു മാസം മുൻപ് തന്നെ നിർദ്ദേശം നൽകിയതുമാണ്. ജേസൺ ചാമോളപ്പിലേക്ക്. ജേസൺ, അവിടെ നിരവധി വാഹനങ്ങൾ പാലിയേക്കര ടോൾ പിരിവിന്റെ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന, അല്ലെങ്കിൽ വാഹനങ്ങൾ വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്നത് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ആളുകൾ ശക്തമായി പ്രതികരിക്കുന്നതും സമരങ്ങൾ ശക്തമായി നടക്കുന്നതും ഒക്കെ അവിടെ കണ്ടതാണ്. പിന്നീട് റോഡ് തകർന്നിട്ടും ടോൾ പിരിവ് തുടരുന്ന സാഹചര്യം, കലക്ടറുടെ ഉത്തരവുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കർശനമായ ഉത്തരവ് വന്നിരിക്കുന്നു. 4 ആഴ്ചയ്ക്കകം ഈ റോഡ് നന്നാക്കിയിരിക്കണം, അതുവരെ ടോൾ പിരിക്കുന്നങ്ങ് നിർത്തൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആളുകളൊക്കെ ആശ്വാസത്തിലും സന്തോഷത്തിലുമല്ലേ ജേസൺ? സ്മൃതി, ഏകദേശം 10-12 വർഷത്തിലധികമായി ഇവിടെ ടോൾ പിരിവ് തുടങ്ങിയിട്ട്, ടോൾ പിരിവ് തുടങ്ങി അന്ന് മുതൽ സമരത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത്. ആളുകൾ നിരവധി പോലീസിന്റെ ലാത്തി ചാർജിന് വിധേയമായിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുക. അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാതെ ടോൾ പിരിവ് തുടങ്ങിയ കമ്പനി കേരളത്തിലെ ജനങ്ങളെ സത്യത്തിൽ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാം നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു ഭരണകൂടം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴും ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്ന സ്ഥലത്ത് പ്രാഥമികമായ കാര്യങ്ങൾ പോലും, സർവീസ് റോഡ് പോലും, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ പോലും ഇതുവരെയായും പൂർത്തീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും നിർബാധം ടോൾ പിരിവ് തുടരുന്ന സ്ഥിതിയാണ്. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതിനിടയിൽ നിരവധി സമരങ്ങൾ നടത്തി, പല രാഷ്ട്രീയ കക്ഷികളും സമരങ്ങൾ ഇടവിട്ട് നടത്തി, നിരവധി പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഹൈക്കോടതി ടോൾ പിരിവ് 1 മാസത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അത് തന്നെ ഇവിടുത്തെ നാട്ടുകാർ ചുവല്ലല്ലോ. നാട്ടുകാരും ജനങ്ങളും നന്നായി കഴിഞ്ഞാൽ ഈ റോഡൊക്കെ ശരിയാവും ചെയ്യും, ടോൾ നിർത്തും ചെയ്യും. ഇത് ജനങ്ങൾ പ്രതികരിക്കണില്ലേ, അതാണ് ഈ പ്രശ്നം വരുന്നത്. ജനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാം തീർക്കുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് ആവശ്യമില്ല, 1-2 മുന്നിട്ട് ഇറങ്ങി അവരൊറ്റയ്ക്കാവാണ്. അതാണ് ഈ പ്രശ്നം. അതായത് കൂട്ടായ ഒരു സമരം, കൂട്ടായ പ്രക്ഷോഭങ്ങൾ, കൂട്ടായ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊള്ളനീതി ഇവിടെ ടോൾ പിരിവ് 1 മാസത്തേക്ക് നിരോധിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഹൈക്കോടതി. നല്ല കാര്യമാണ്, വളരെ മോശമാണ് റോഡൊക്കെ. നല്ല കാര്യമാണ് ചെയ്യുന്നത്. റോഡ് മോശം, ആളുകൾക്ക് ഇപ്പോൾ ടോൾ കൊടുക്കുന്നതിൽ ഒരു പരാതിയോ ഒരു വിഷയവുമില്ല. പക്ഷേ ആളുകളെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മാന്യമായ മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാവുന്ന റോഡില്ല. സ്മൃതി, ഇവിടെ 4 വലിയ ദുർഘടം പിടിച്ച വഴി കടന്നു പോകണമെങ്കിൽ മണിക്കൂർ 2 ശരി, അതാണ് ആളുകൾ പല ദിവസങ്ങളായി, പല മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പല ഘട്ടങ്ങളിലായി സമരങ്ങൾ ഉണ്ടായിട്ടുള്ള വിഷയം കൂടിയാണ്.